ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഏവർക്കും വന്ദനം. സഭാപാരമ്പര്യത്തിൽ സകല വിശുദ്ധരിലും പ്രഥമ സ്ഥാനമാണല്ലോ വിശുദ്ധ ദേവമാതാവിനുള്ളത്. 1 കൊരിന്ത്യർ 9:24 വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഒപ്പിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാകുന്നു, പക്ഷേ വിരുദ്ധ ഭാവിക്കുന്നവൻ ഒരുവൻ മാത്രം. നമ്മുടെ ഓട്ടങ്ങൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഓരോ ദിവസം ആരെ ജയിക്കാനാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? പണത്തിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, സഹോദരനേക്കാൾ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി. അവിടെയാണ് വിശുദ്ധ ദേവമാതാവിനെ അനുസ്മരിക്കുന്ന ഈ ദിവസം വിശുദ്ധരിൽ പ്രഥമ സ്ഥാനമുള്ള അവൾ നമ്മെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓടുവാനുള്ളത് വിശുദ്ധിയിലേക്കാണ്. നിങ്ങൾക്ക് ഓട്ടം നിലച്ചു പോകാതെയും പ്രധാന സ്ഥാനം നേടുവാനുള്ളതും വിശുദ്ധിയുടെ പടവിൽ കയറാനാണ്. അതിന് സ്ഥിരോത്സാഹം വേണമെന്നാണല്ലോ നമ്മളെ പാട്ടുകൾ സഭാപിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നത്. എത്ര പേരാണ് അതിൽ ജാഗ്രത പുലർത്തി പോകുന്നത്? അത് നമ്മളോട് തന്നെയുള്ള ചോദ്യമാണ്. പിന്നെ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായിട്ട് ഒരുവൻ മാത്രം കടന്നു വന്ന് ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ യേശുതമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ 9 പേരെന്നുള്ളത്? ഈ 9 പേരുടെ ലിസ്റ്റിലാവുന്നുണ്ട് പലപ്പോഴും നമ്മൾ പേരെടുക്കുമ്പോൾ. ആ 9 പേരിൽ ഒരുവനാണോ ഞാൻ? എല്ലാം നേടിക്കഴിയുമ്പോൾ നമുക്ക് മറന്നു പോകുന്ന ഒരു പേരായി പോകുന്നു. മറക്കുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ രൂപമില്ലാത്തവരായി പോകുന്നതല്ല, അല്ലാതെ ബുദ്ധി കൊണ്ട് മറന്നു പോകുന്നതല്ല. നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ എപ്പോഴും ദൈവം, പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മറവിയുള്ളവരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ വിശുദ്ധരിൽ പ്രഥമ സ്ഥാനമുള്ള ദൈവമാതാവിൻ്റെ ഈ അനുസ്മരണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17:21 പറയുന്നത് പോലെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, സ്വകരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാകും. വിശുദ്ധ മാതാവ് ദൈവത്തെ വഹിച്ചവളാണ്. അതേ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുക. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന സ്വർഗരാജ്യം നിങ്ങളാകുന്നു. ആ സ്വർഗരാജ്യം വഹിക്കുന്നവരെ നമ്മളാകുന്നു. അതിനാവട്ടെ നമ്മുടെ ഈ അനുസ്മരണം ഇടയാക്കുന്നത്. അതിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുന്നു. ദൈവം